ആസിഫലി ഇപ്പം ആസിഫലി മലയാളികൾ എവിടെയുള്ളവരെല്ലാം ഇഷ്ടപ്പെടുന്ന നടൻ തന്നെയാണ്. അതിലൊന്നും കൂടി പേര് ധരിച്ചാൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം ദുബായിൽ ഇപ്പോൾ അത് താങ്കളുടെ പേര് ഒഴുകി നടക്കാൻ തുടങ്ങിയാണ് എന്ന് ഞങ്ങൾ കേട്ടിരുന്നു. അതുമായിട്ടുള്ള കാര്യങ്ങൾ അല്ല, ഞാനും പറഞ്ഞു എനിക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒത്തിരി അഭിമാനം തോന്നി. അപ്പൊ അതിന്റെ താഴെ ഒരു കോമന്റ്, എന്താ പിന്നെ ഇവനൊരു ചില്ലുകൂട്ടിലിട്ട് പുണ്യാളിലിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പൊ അതും എല്ലാം ഇതിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരാൾക്ക് തോന്നി, അത് ഒരുപാട് സന്തോഷം. ഇല്ല, ഞാനും അത് ന്യൂസിലൂടെയാണ് അറിയുന്നത്. എനിക്കും അദ്ദേഹത്തിന് ഒരുപാട് പരിചയമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അത് ഞാനും കേട്ടപ്പോ എനിക്കും തോന്നി അത് കുറച്ച് ഓവറായി പോയില്ലേ. അല്ല, നമ്മൾ ഏത് പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതിന്റെ മാർക്കറ്റിങ്ങിന് അതിൻ്റെതായ എഫേർട്ട് എടുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ സിനിമ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യണം, അല്ലെങ്കിൽ ആ സിനിമ കാണാനൊരു തോന്നൽ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മുടെ മാർക്കറ്റിങ്ങിന്റെ വലിയൊരു അത്യാവശ്യമുള്ളൊരു അതാണ് മാർക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് എല്ലാ സിനിമയ്ക്കും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു സിനിമ വരുമ്പോൾ നമ്മളൊരു പുതിയ നറേറ്റീവ് ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ ഇതിനകത്ത് ട്രെയിലറെ കാണുമ്പോൾ കിട്ടുന്ന ഒരു മൂഡുണ്ടല്ലോ, ആ മൂഡ് വെച്ചിട്ട് ഈ സിനിമയ്ക്ക് ആളെ കൊണ്ടുവരണമെങ്കിൽ, ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കണമെങ്കിൽ നമ്മളൊരു എഫേർട്ട് വേണം. പിന്നെ ഇൻഡസ്ട്രി വലുതാവുകയാണ്. ഒരുപാട് നല്ല സിനിമകൾ വരുന്നു. ഇപ്പൊ ഈ വർഷം എടുക്കുമ്പോൾ ഈ വർഷം ഇറങ്ങിയ എല്ലാ സിനിമകളും അത്യാവശ്യം ഒരു അബോവ് ആവറേജ് ലെവലില് അഭിപ്രായങ്ങൾ നേടിയ സിനിമയാണ്. അപ്പൊ അങ്ങനെ ഒരു വലിപ്പം ഇൻഡസ്ട്രിക്കും ഫീൽ ചെയ്യണം എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ എഫേർട്ട് ഇട്ട് മാർക്കറ്റ് ചെയ്യുന്നത്. ആസിഫ് ഖാൻ, ഇപ്പൊ ഈ റെയിലില് തല വെച്ച് ട്രെയിൻ വരുന്നത് കാണുന്ന ഒരു ഷോട്ടാണ് നമുക്ക് എല്ലാവർക്കും മൂന്നാം പിറയിലെ കമലഹാസനെയും ശ്രീദേവിനെയൊക്കെ ഓർമ്മ വരും. അല്ലെങ്കിൽ പല്ലിൽ കറയിട്ട ഒരു ആക്ടർ ഓടിയണന്ന് നടക്കുന്നു. അപ്പൊ കറുത്തപക്ഷയുള്ള ശ്രീ മമ്മൂക്കേനെ ഓർമ്മ വരും. ഇതൊക്കെ ചെയ്യുമ്പോൾ ആസിഫ് ഖാന്റെ മനസ്സിൽ എന്തൊക്കെയാ വരിക? എന്റെ മനസ്സിൽ രഘു മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കാര്യം അർഫാസ് അത്ര രസമായിട്ടാണ് എനിക്ക് ആ ക്യാരക്ടർ പറഞ്ഞു തന്നിരുന്നത്. പിന്നെ ഒത്തിരി സമയമെടുത്താണ് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തത്. ഈ പറയുന്ന പോലെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഒരുപാട് റിഹേഴ്സൽസും ഒരുപാട് വർക്ക്ഷോപ്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എല്ലാ ഡീറ്റെയിലിങ്ങും ക്യാരക്ടേഴ്സുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഏച്ചുകെട്ടലായി പോകരുത് ആ ക്യാരക്ടർ. അപ്പൊ അത് ഭയങ്കര ഒറിജിനലായിട്ട് നിൽക്കാനുള്ള എല്ലാം എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അല്ലാതെ വേറെ ഒരു റെഫറൻസോ അല്ലെങ്കിൽ വേറെ ആളുകൾ ചെയ്തത് കൊണ്ട് എനിക്കും ഇങ്ങനൊരു വേഷം വേണം. പണ്ട് ഇങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സാധനം ചെയ്താൽ സ്റ്റേറ്റ് അവാർഡ് അടിക്കാം എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊന്നും അല്ല. ഈ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട്, ഈ സിനിമയെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്തത്.